ready to race. Reviews in the Adiprasarumai reviewers. Welcome to our channel. So guys, we will review KTM the all new Duke 250. നമ്മുടെ റിവ്യൂവിൽ ഫസ്റ്റ് KTM ബൈക്കാണല്ലേ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ദ ഡ്യൂക്ക് 250 ആണെന്ന് കൊണ്ടുവന്നിരിക്കുന്നത്, ജെൻ 3. സോ ഈ വണ്ടി പറയുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ ബ്ലാക്ക് കളറിൽ വന്ന എഡിഷനിലുള്ള വണ്ടിയാണ്, പുതിയ അപ്ഡേറ്റിന്റെ ഭാഗമായിട്ട് വന്ന കളറാണ്. സോ KTM പണ്ടേ മുതൽ നമ്മുടെ ഇന്ത്യയിൽ വന്നപ്പോൾ ഒരു 2012-13 ടൈമിലാണല്ലേ 390 RC 390 ഒക്കെ വന്നത്, BS3 വേർഷൻസ് വന്നത്. അതെ, ഇപ്പോൾ കുറെ പേര് കാലം വണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതായിരുന്നു. പക്ഷെ KTM അങ്ങനത്തെ പവറിലായിരുന്നു അത് ഇറക്കിയിരുന്നത്. എന്താ വെച്ചാൽ അന്ന് വന്നപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൾക്കാർക്ക് ഇതിന്റെ പവർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പവറും അതേപോലെ ബ്രേക്സ് അതൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ആൾക്കാർ പഠിച്ചു എങ്ങനെയാണ് KTM യൂസ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് അവരുടെ അഗ്രസീവ് നേച്ചറിലാണ് ആ വണ്ടികൾ, അതനുസരിച്ച് വേണം നമ്മൾ പല യൂട്യൂബേഴ്സ് പോലും ഇപ്പൊ അത് വാങ്ങിയിട്ട് ട്രാക്ക് വണ്ടിയായിട്ട് കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നവരുണ്ട്. അതാണ്. സോ ഇതിന്റെ KTM എന്ന് പറയുകയാണെങ്കിൽ ഇത് ആസ്ട്രിയ ബേസ്ഡ് ആണ്, ആസ്ട്രിയയിലാണ് ഇത് മെയ്ഡ് ചെയ്തിരിക്കുന്നത് മൊത്തം. അപ്പോൾ ഇത് പറയുകയാണെങ്കിൽ ക്രാഫ്റ്റിനിയോസ് ട്രങ്കിൾപോൾസ് മെറ്റിഗോഫൻ എന്നാണ് ആ KTM-നെ വിളിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് അങ്ങനെയാണ് അതിന്റെ ഫുൾ ഫോം. മിക്കവർക്ക് ഫുൾ ഫോം അങ്ങനെ നോക്കാറില്ല, അതാണ് അതിന്റെ ഫുൾ ഫോം. സോ നമുക്ക് ഇതിന്റെ റിവ്യൂ കിടക്കാം അല്ലേ? അതെ. സോ ഫ്രണ്ട് ലുക്സിൽ തുടങ്ങാം. ഫ്രണ്ട് ലുക്സിൽ നമുക്ക് തുടങ്ങുമ്പോൾ ഡ്യൂക്കിന്റെ 250യുടെ മോഡൽസ് ഏതെടുത്താലും അതിൻ്റെ എല്ലാ ജനറേഷൻസിനും ഏറ്റവും അഗ്രസീവ്നെസ്, ഏറ്റവും അട്രാക്ഷൻ പോകുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഈ ഒരു പീസ്, ഈ ഒരു യൂണിറ്റ്, ഇത്രയും ഒരു ഭാഗം. അതിൽ തന്നെ ഇപ്പോൾ ഈ ഒരു പുതിയ മോഡൽ ജെൻ 3 വന്നപ്പോഴാണ് ഈ ഒരു DRL യൂണിറ്റ്, LED യൂണിറ്റോടെ വന്നത്. അത് നമ്മൾ സ്റ്റാർട്ടപ്പിൽ തന്നെ ഓണായിട്ട് ആ ഒരു ഫുൾ പീസായിട്ട് ഇങ്ങനെ നിൽക്കും. 390ലേക്ക് വരുമ്പോൾ ഒരു സിംഗിൾ പീസ് യൂണിറ്റായിട്ട് മേർജ് ചെയ്ത് നിൽക്കും. അത്യാവശ്യം ഒന്ന് വൈഡാണ് അതിൻ്റെ ആ ഒരു യൂണിറ്റ് വന്നിരിക്കുന്നത് കാണുമ്പോൾ തന്നെ. പിന്നെ ഈ ഒരു ഹെഡ്ലൈറ്റ് യൂണിറ്റ് ആയാലും ജെൻ 2 കോപ്പി ഡൗൺ ചെയ്ത ആ ഒരു സെയിം എലമെൻ്റായിട്ടാണ് വന്നിരിക്കുന്നത്. സെയിം ഇൻഡിക്കേറ്ററിൻ്റെ പ്ലേസ്മെൻറ്റ്സ് എല്ലാം കൊടുത്തിരിക്കുന്നുണ്ട്. WP-യുടെ സസ്പെൻഷൻസാണ് വന്നിരിക്കുന്നത്, അപ്സൈഡ് ഡൗൺ ഫോക്സ് ആണ് വന്നിരിക്കുന്നത്. അത് 43 mm ട്രാവൽ കിട്ടുന്നുണ്ട് നമുക്ക്. അതിൻ്റെ അഡ്ജസ്റ്റബിൾ എല്ലാ ഫംഗ്ഷൻസും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് 320 mm ഡിസ്ക് റോട്ടറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഫ്രണ്ടും ബാക്കും ABS ആണ്, ഡ്യുവൽ ചാനൽ ABS. ഇപ്പോൾ എല്ലാ വണ്ടികൾക്കും വരുന്നൊരു കാര്യമാണ്. 5 സ്പോക്ക് അലോയ് വീൽ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 110 സെക്ഷൻ ടയേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോളോടെയാണ് സ്റ്റോക്ക് ടയർ വന്നിരിക്കുന്നത്. പിന്നെ ഒരു ഫുൾ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷസ് ആണ് എല്ലായിടത്തും കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നല്ല രസമാണ് കാണാനായിട്ട്. ഫുൾ സ്റ്റിക്കറിങ് എല്ലാം കൊടുത്തിട്ട് മിറേഴ്സ് എല്ലാം നല്ല വൈറ്റ് ആയിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഡിസൈൻ എല്ലാം മാറ്റിയിട്ടുണ്ട്. സോ അത്രയൊക്കെ തന്നെയുള്ളൂ. നമുക്ക് സൈഡ് ലുക്ക് വരുമ്പോൾ തന്നെ ഫുൾ ഷാർപ്പായിട്ട് കാണാം. അത് ആ സ്പോർട്ടി ഡിസൈനാണ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് അട്രാക്ഷൻ ഈ സസ്പെൻഷനാണ്. സെൻട്രൽ ആ മോണോഷോക്ക് വന്ന WP എപെക്സിൻ്റെ ആ ഒരു ബാഡ്ജിങ് കാണാം. ഓക്കെ, നമുക്കിതിൻ്റെ മെയിൻ ഭാഗത്തിൽ കിടക്കാം. എഞ്ചിൻ. സോ ഇത് 250cc എഞ്ചിനാണ്. 31 bhp ആൻഡ് 25 Nm ടോർക്കാണ് കൊടുത്തിരിക്കുന്നത്. 6 സ്പീഡ് ഗിയർ ബോക്സ്. ഇതിൻ്റെ ഒരു മെയിൻ സ്പെഷ്യാലിറ്റി പഴയ KTM 250 നോക്കുന്ന വയേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഇറ്റ് കംസ് വിത്ത് റൈഡ് ബൈ വയർ, അത് നമുക്കവിടെ കാണാം. പിന്നെ നമുക്ക് കൂളൻറ്റിൻ്റെ ഇവിടെ ഇത് കാണാം. കൂളൻറ്റിൻ്റെ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഒബ്വിയസ്ലി ലിക്വിഡ് കൂൾഡ് ആണ്. ഒരു റേഡിയേറ്റർ ആണ് വരുന്നത്. 390ക്ക് നമുക്കറിയാം 2 സ്ഥലത്താണ് റേഡിയേറ്റർ ഫാൻ വരുന്നത്. സൗണ്ട് കുറച്ചുണ്ട്. പിന്നെ ഹീറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഡെഡ് ട്രാഫിക്കിലൊക്കെ കിടന്നാൽ അത്യാവശ്യം നല്ല ഹീറ്റ് ആവുന്നുണ്ട്, ഈവൻ ദോ ലിക്വിഡ് കൂൾഡ് ആയാലും. പിന്നെ കുറച്ച് സൗണ്ട് ഉണ്ട്. പണ്ടത്തെ 250 ഇതിൻ്റെ ജെൻ 250 കുറച്ചുകൂടി സൗണ്ട്, ഒരു ഹെലികോപ്റ്റർ സൗണ്ട് ആയിരുന്നു. അതിന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് അറിയാം അണ്ടർബെല്ലി എക്സോസ്റ്റ് ആണ് പോയിരിക്കുന്നത്. ഇവിടെ ചെറുതായിട്ട് ഇവിടെ കാണാം. അത് അങ്ങനത്തെ ഒരു രീതിയിലാണ് അതിൻ്റെ ഡിസൈൻ. പണ്ട് 250 അങ്ങനെയായിരുന്നു. പിന്നെ നമുക്കിതിൻ്റെ ഡ്രൈവിംഗ് ട്രയാങ്കിൾ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല അഗ്രസീവായിട്ടാണ്. നമുക്ക് കാലിൻ്റെ ഭാഗം വെക്കുമ്പോൾ തന്നെ അറിയാം ഇവിടെയാണ് വരുന്നത്. കുറച്ച് അഗ്രസീവായിട്ടാണ് ഇരിക്കുന്നത്. സീറ്റ് ഹൈറ്റ് വളരെ കുറവാണ്, 800 mm ഉള്ളൂ. ടോളർ റൈഡേഴ്സ് ആണെങ്കിൽ ഇതിൽ ആക്സസറി ആയിട്ട് അവരൊരു സീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സീറ്റ് ഇടുകയാണെങ്കിൽ ഒരു 3000 റേഞ്ചാണ് അവർ പറയണത്. നമുക്ക് സീറ്റ് ഹൈറ്റ് കൂട്ടാൻ പറ്റും ഇഫ് ടോളർ റൈഡേഴ്സ് ആണെങ്കിൽ.
പിന്നെ ബാക്ക് സീറ്റ് കുറച്ച് മോശമാണ്. ഇത് സിംഗിൾ റൈഡിങ് ആണ് ഏറ്റവും നല്ലത്. എന്താ വെച്ചാൽ ബാക്ക് കുറച്ച് ഭയങ്കര സ്റ്റിഫാണ്. ബാക്കിലിരിക്കുമ്പോഴും അത്ര സുഖമൊന്നുമില്ല. പിന്നെ 15 ലിറ്റർ ടാങ്ക് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിന് 3 കളർ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഒരു ബ്ലൂവിൻ്റെ കോമ്പിനേഷൻ ഒരു കളറും, അതേപോലെ ഈ കളറും, അതേപോലെ ഒരു ഓറഞ്ചിൻ്റെ ഒരു കളറും വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ TFT ഡിസ്പ്ലേ, അതാണ് ഒരു മെയിൻ സംഭവം ചേഞ്ച് ആയിട്ട് വന്നത് പഴയ 250 അതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് കിടക്കാം. ഓക്കെ, ഡിസ്പ്ലേ കാണുമ്പോൾ നമുക്ക് കാണാം ഇവിടെ മൊത്തം TFT ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കൺട്രോൾസൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് കണ്ടോ. ഇതിൻ്റെ കൺട്രോൾസ് ഇവിടെയാണ്. നമുക്ക് ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഫീച്ചേഴ്സ് നോക്കുമ്പോൾ മെയിൻ സംഭവങ്ങൾ, ഇപ്പോൾ നമ്മൾ റൈഡ് മോഡ്സിലേക്ക് പോവുകയാണെങ്കിൽ റൈഡ് മോഡ് നമുക്ക് 2 ഉണ്ട്. സ്ട്രീറ്റ് ഉണ്ട്, ട്രാക്ക് ഉണ്ട്. ട്രാക്കിൽ ഓടിക്കുമ്പോൾ നമുക്ക് ട്രാക്ക് മോഡിലിടാം. രണ്ട് ഡ്രൈവ് മോഡ്സ് കൊടുത്തിട്ടുള്ളൂ. ABS നോക്കുകയാണെങ്കിൽ 2 ഉണ്ട്. ഒരെണ്ണം റോഡിലേക്ക് വേണ്ടിയിട്ടും ഒരെണ്ണം സൂപ്പർ മോഡ്, നമുക്ക് ബാക്കിലത്തെ മാത്രം ഓഫ് ചെയ്യാനും പറ്റും. പിന്നെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ബൈക്കിൻ്റെ ഇൻഫോ കാണാം, കൂൾ ആൻഡ് ടെമ്പറേച്ചർ കാണാം, ഫ്യൂൽ റേഞ്ച് കാണാം, ബാറ്ററിയുടെ ഒരു ഇത് കാണിക്കും, പിന്നെ ഓഡോമീറ്റർ, പിന്നെ സർവീസ് ഡ്യൂ എപ്പോഴാണ് 6600 കിലോമീറ്റേഴ്സ് അടുത്ത സർവീസ് അതും കാണിക്കും. ഡിസ്റ്റൻസ് നമുക്ക് ട്രിപ്പ് 1 ട്രിപ്പ് 2 അതൊക്കെ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നാവിഗേഷൻ നമ്മൾ കണക്ട് ചെയ്യണമെങ്കിൽ അത് ഇവിടെ കാണിക്കും. ഫോൺ കണക്ട് ചെയ്യണം. ഈവൻ മ്യൂസിക്കിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കാനും കൊടുത്തിട്ടുണ്ട്. പിന്നെ സെറ്റിങ്സിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആ ക്വിക്ക് സെലക്ടറിൻ്റെ അത് കാണാം, അതേപോലെ ക്വിക്ക് ഷിഫ്റ്ററിൻ്റെ അത് കാണിക്കുക. അവർ ഓൺ ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഓഫും ചെയ്യാം. പിന്നെ ഷിഫ്റ്റ് ലൈറ്റ് നമുക്ക് ഓരോ RPM വെച്ചിട്ട് ഇത് കണ്ട RPM 1 ഇങ്ങനെ ആയിരിക്കും. നമുക്ക് ഏത് RPM ആ ഷിഫ്റ്റ് ലൈറ്റ് ആ റെഡായിട്ട് കത്തേണ്ടത്, ഇങ്ങനെ കത്തേണ്ടത് ഏത് RPM വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാനും പറ്റും. ബാക്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ്, പുതിയൊരു ഡിസൈൻ ലാംഗ്വേജിലാണ് അതിൻ്റെ ടെയിൽ ലൈറ്റിൻ്റെ സെക്ഷൻ വന്നിരിക്കുന്നത്. ആക്ച്വലി ഈ വണ്ടിയിലെ എല്ലാ ലൈറ്റ്സും LEDs ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു സ്ഥലത്ത് പോലും നമുക്ക് അതിൻ്റെ ആലജൻ്റെ പ്രസൻസ് ഇല്ല. സെയിം LED ഇൻഡിക്കേറ്റേഴ്സ് തന്നെ ഫോളോ അപ്പ് ചെയ്ത് കൊണ്ടിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു ടയർ ഹഗർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു വൈഡായിട്ടാണ് ഇതിൻ്റെ ആ ഒരു സെറ്റപ്പ്, ഒരു പീസ് വന്നിരിക്കുന്നത്. നമുക്കിവിടെ ബാക്കിൽ പില്ലിയൺ ഇരിക്കുമ്പോഴായാലും ചെളി തെറിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു വൈഡ് സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് പേര് ഇതിൻ്റെ പഴയ ജനറേഷൻസിലായാലും എല്ലാം മോഡിഫൈ ചെയ്യാനായിട്ട് ഈ ഒരു പീസ് മാറ്റിയിട്ട് ആഫ്റ്റർ മാർക്കറ്റ് ഒരു പീസ് ആഡ് ചെയ്യും, ഈ ഒരു നമ്പർ പ്ലേറ്റ് ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് അത്യാവശ്യം നീറ്റാണ്, ഒരു ഒതുക്കമുണ്ട്, കാണുമ്പോൾ ഒരു നീറ്റ് ലേഔട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാക്കിലേക്ക് വരാണെങ്കിൽ 150 സെക്ഷൻ്റെ ടയേഴ്സാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ പോയ പോലെ തന്നെ 5 സ്പോക്കിൻ്റെ അലോയ് സെറ്റപ്പ് തന്നെയാണ് ബാക്കിലും വന്നിരിക്കുന്നത്. ABSൻ്റെ എല്ലാം കൊടുത്തിട്ടുണ്ട്. വൈബ്രയുടെ ബ്രേക്സ് ആണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ബൈറ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ എക്സോസ്റ്റിനോട് വന്ന് കേട്ട് നോക്കാം. അണ്ടർബെല്ലി എക്സോസ്റ്റ് ടിപ്പാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം ഒരു സൂതിങ് ആയിട്ടുള്ള ഒരു നോട്ടാണ് ഇതിൽ വന്നിരിക്കുന്നത്. നമ്മൾ KTM 250യുടെ ഡ്രൈവ് റിവ്യൂവിൽ കിടക്കുകയാണ്. റെഡി ടു റേസ്. ആ ഒരു ആനിമേഷൻ കാണിക്കുന്ന നല്ല രസമാണ്. സ്റ്റാർട്ടിംഗ് ഒക്കെ നല്ല റിഫൈൻഡ് ആണ് വണ്ടി. നമുക്ക് ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പണ്ടത്തെ 250 നോക്കുമ്പോൾ അത്രയും സൗണ്ടില്ല, കുറച്ചുകൂടി നല്ല റിഫൈൻഡ് ആയിട്ടുണ്ട് ഇപ്പോഴത്തെ 250. സോ എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണമെന്ന് വെച്ചാൽ വളരെ ലൈറ്റ് വെയിറ്റ് ആണ് വണ്ടി. അത് ഈ KTMൻ്റെ ബൈക്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആ ലൈറ്റ് വെയ്റ്റ്നെസ് നല്ലോണം നമുക്ക് തോന്നും വണ്ടി എടുക്കുമ്പോൾ തന്നെ. നമുക്ക് ഇങ്ങനെ മാറാൻ ഡയറക്ഷൻ ചേഞ്ചൊക്കെ സഡനാണ്. അതാണ് ഈ വണ്ടിയുടെ ഒരു ഗുണം. ഹാൻഡ്ലിങ് വൈസൊക്കെ നമുക്ക് ഭയങ്കര അജൈലാണല്ലോ. അതാണ് ഈ KTMൻ്റെ വണ്ടിയുടെ ആ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ. ഇതിപ്പോൾ 163 കിലോസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്ഷൻ ചേഞ്ചൊക്കെ സഡനായിട്ട് മാറ്റാം. അത്രയും വലിയ എന്താ പറയുക ലൈറ്റ് വെയിറ്റ് ആണ്. സോ എൻജിനിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇത് 250cc ലിക്വിഡ് കൂൾഡ് എൻജിനാണ്. നമ്മുടെ സ്വാട്ട് പിലിനിലും അതായത് വിറ്റ്പ്ലിൻ ഹസ്ക്വറിൻ്റെ വിറ്റ്പ്ലിൻ്റെ സെയിം 250യുടെ സെയിം എൻജിനാണ് ഇതിലിരിക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്ന ആ കോസ്മെറ്റിക് ചേഞ്ച് ആണ് മെയിനായിട്ട്. നമുക്ക് പണ്ടത്തേൽ നമുക്കറിയാം ഒരു LCD സ്ക്രീനായിരുന്നു, അത് മാറിയപ്പോൾ TFT ആയിട്ടുണ്ട്. അതുകൊണ്ട് നല്ലൊരു വ്യത്യാസം നമുക്ക് അറിയിരിക്കും. പിന്നെ ഒരു പ്രീമിയം ഫീൽ ഉണ്ട് ആ സ്ക്രീൻ മാറിയതിൻ്റെ. നമുക്ക് ഈ എൻജിൻ പറ്റി പറയുകയാണെങ്കിൽ ഇത് വൺ ഓഫ് ദ സ്വീറ്റസ്റ്റ് എൻജിനാണ് KTMൻ്റെ. നല്ല സ്മൂത്താണ്, അങ്ങനെ വൈബ്രേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അധികം ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ അത്യാവശ്യം നല്ല വൈബ്രേഷൻ നമ്മുടെ ഹാൻഡിൽ ബാറിലും ഫുട് പെക്സിലും നല്ലോണം വരും. നമ്മൾ ഇങ്ങനത്തെ സ്പീഡിലൊന്നും അറിയില്ല വണ്ടിക്ക്. ഒരു 3004 RPMലൊക്കെ വണ്ടി അത്യാവശ്യം റിഫൈൻഡ് ആണ്. എന്നാലും ഒരു ചെറിയൊരു നമുക്കൊരു വൈബ്രേഷൻ തോന്നും ഹാൻഡിൽ ഭാഗത്തൊക്കെ. എന്നാലും വണ്ടി ഓവറോൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ റിഫൈൻമെൻറ്റ് ഇഷ്യൂസൊന്നും ഇല്ല. ആ റെവ് മാച്ച് ചെയ്യുമ്പോഴുള്ള ആ ഒരു രസം ഭയങ്കര കേട്ടോ.
സസ്പെൻഷൻ വരികയാണെങ്കിൽ കുറച്ച് സ്റ്റിഫ് സൈഡാണ് സസ്പെൻഷൻ. അത് ആ ഹാൻഡ്ലിങ്ങിന് ഗുണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനത്തെ ഒരു സസ്പെൻഷൻ കൊടുത്തിരിക്കണം. പക്ഷെ ബാക്കിലത്തെ ആ ഒരു ഷോക്ക്, മോണോ ഷോക്ക് കൊടുത്തിരിക്കണം, അത് അത്യാവശ്യം ട്രാവൽ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഒരാൾ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വണ്ടി വളരെ താഴത്തോട്ട് പോകും. സോ നമുക്ക് ഈ എൻജിൻ്റെ പവർ നോക്കാം. ഇപ്പോഴൊന്നും പവർ വരില്ല, ടോപ്പിലേക്ക് എത്തുമ്പോഴാണ് പവർ. കണ്ട, ടോപ്പിലേക്ക് എത്തണം, എന്നാലാണ് ആ പവർ വണ്ടിക്ക് വരുന്നത്. അതാണ് ഈ വണ്ടിയുടെ പവർ. അങ്ങനെയാണ് KTM എല്ലാം അവർ ആ ECU ട്യൂൺ ചെയ്തിരിക്കുന്നത് എല്ലാ ടോപ്പ് എൻഡിലാണ് ആ പവർ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ ലോ എൻഡ് മിഡിൽ എൻഡ് ഒന്നും അങ്ങനെ വണ്ടി ഇതെന്താ പവർ ഇല്ലാത്തതെന്ന് തോന്നും. പക്ഷെ നമ്മൾ ആ ടോപ്പ് എൻഡിലേക്ക് എത്തുമ്പോഴാണ് ആ വണ്ടിയുടെ ഫുൾ പവർ കിട്ടുന്നത്. ഇതിൻ്റെ ആ 6K 7K RPM ആ ഏറ്റവും പവർ ഈ വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. ലോ എൻഡ് കുഴപ്പമില്ലാത്ത ലോ എൻഡാണ്. പക്ഷെ നമുക്ക് സ്പീഡ് ബ്രേക്കറൊക്കെ വരുമ്പോൾ എന്തായാലും വണ്ടിയുടെ ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നോക്കിങ് വരും. ഇതിൻ്റെ 390 വെച്ച് നോക്കുകയാണെങ്കിൽ അതിനേക്കാളും ബെറ്റർ ആണ് ലോ എൻഡ് നോക്കുകയാണെങ്കിൽ. പക്ഷേ സ്റ്റിൽ ലോ ആൻഡ് മിഡ് എൻഡ് അല്ല, ഇത് ടോപ്പ് എൻഡ് സ്പെക്കിലാണെങ്കിൽ കുറച്ച്. പക്ഷെ ഒരു പ്രോപ്പർ സിറ്റി ബൈക്ക് എഞ്ചിനാണ് ശരിക്കും ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ പഴയ 250 എന്താ വ്യത്യാസം നോക്കാം. ഞാൻ ക്ലച്ച് അമർത്തിയിട്ടില്ല, ക്വിക്ക് ഷിഫ്റ്റർ വന്നിട്ടുണ്ട്. അതാണ് ഈ വണ്ടിയുടെ ഒരു വ്യത്യാസം പറയുകയാണെങ്കിൽ. പഴയ 250 നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് ക്വിക്ക് ഷിഫ്റ്റർ വന്നിട്ടുണ്ട്. ക്വിക്ക് ഷിഫ്റ്റർ നമ്മൾ കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ RTR 310 നോക്കുകയാണെങ്കിൽ അതിൻ്റെ അത്രയും ബെസ്റ്റ് അല്ല, പക്ഷെ ഒരു ഡീസൻറ്റ് ചില സമയത്ത് ആ ക്വിക്ക് ഷിഫ്റ്ററിന് വർക്ക് ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ കുറച്ച് ഇടയ്ക്ക് നമുക്കൊരു ചാട്ടം പോലെ തോന്നും. പക്ഷെ അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ ആ ക്വിക്ക് ഷിഫ്റ്റർ കുഴപ്പമൊന്നുമില്ല. അത് ഒരു അഡീഷനാണ്, പണ്ടത്തെ 250 ഇല്ലാത്ത സംഭവമാണ്. ഇപ്പോൾ ഒരു ക്വിക്ക് ഷിഫ്റ്റർ കൊണ്ടുവന്നിട്ടുണ്ട്. ബൈ ഡയറക്ഷനുള്ളതാണ്, ബൈ ഡയറക്ഷണൽ ക്വിക്ക് ഷിഫ്റ്ററാണ് വന്നിരിക്കുന്നത്. പിന്നെ ഹാൻഡ്ലിങ് സൂപ്പർബാണ്. KTM ആയതുകൊണ്ട് നമുക്കറിയാം ഹാൻഡ്ലിങ് അടിപൊളിയായിരിക്കും. എന്താ വെച്ചാൽ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ കിടത്താനൊക്കെ പറ്റും. നല്ല ഹാൻഡ്ലിംഗ് ആണ് വണ്ടി. എന്താ വെച്ചാൽ വെയിറ്റും കുറവാണ്. ഇപ്പോൾ അവർ അലോയ്സിൽ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ആൻസ്പ്രങ് മാസ് കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് അലോയ്സിന് വെയിറ്റ് കുറവായതുകൊണ്ട് ഓവറോൾ വണ്ടി ഭയങ്കര അജൈലായിട്ട് തോന്നും. ഇനി ഇതിൽ മെയിൻ ഒരു സംഭവം എന്താ വെച്ചാൽ ബ്രേക്കിംഗ്. ഇതിൽ ആ സിൻഡേഡ് ബ്രേക്ക് പാഡ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ബ്രേക്കിംഗ് സഡൻ ബ്രേക്കിംഗ് ആണ്. അത് ആ സിൻഡേഡ് ബ്രേക്ക് പാഡ്സിൻ്റെ ഒരു ഗുണമാണ്. അത് അടിപൊളിയാണ്. ബ്രേക്കിംഗ് ഇസ് അമേസിങ്. സോ മൈലേജ് നോക്കുകയാണെങ്കിൽ മിക്സ്ഡ് ഒപ്പീനിയൻസ് ആണ്. ഇപ്പോൾ ഇതിൻ്റെ ഓണറിന് 30 km/L കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിറ്റി യൂസിലൊക്കെ ഒരു 28 to 30 ആ റേഞ്ചാണ് കേട്ടോ. ഹൈവേയിൽ നമ്മൾ അത്രയും ക്രൂസ് ചെയ്ത് ഒരു സ്വീറ്റ് സ്പോട്ട് പിടിച്ച് 6th ഗിയറിൽ ക്രൂസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു 30-32 വരെ നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. 250cc നോക്കുമ്പോൾ മൈലേജ് വൈസ് വളരെ മോശമാണ്. അതിപ്പോൾ KTMൻ്റെ ആ ഒരു ECU ട്യൂണിങ് എന്ന് വെച്ചാൽ ടോപ്പ് എൻഡിൽ പവർ കൊടുക്കണോണ്ടായിരിക്കാം ആ മൈലേജ് കുറച്ച് നല്ല ഡ്രോപ്പ് വരുന്നുണ്ട്. മൈലേജ് ഇപ്പോൾ ഒരു ആവറേജ് പറയുകയാണെങ്കിൽ ഒരു 28 to 30 km/L കിട്ടും. അതാണ് നമുക്കിതിൽ മെയിൻ മൈലേജ് പറയുകയാണെങ്കിൽ. പിന്നെ ഇപ്പോൾ ഒരു 40 സ്പീഡിലൊക്കെ 6th ഗിയർ ഇട്ടു, നോക്കിങ് ഒന്നുമില്ല. എന്നിട്ട് നമ്മൾ 6th ഗിയറിൽ കൊടുത്താലും കണ്ട ആ ലോ ആൻഡ് മിഡിൽ നിന്ന് വണ്ടി പോവില്ല, ആ ടോപ്പിലേക്ക് എത്തുമ്പോഴാണ് ആ പവർ പോണത്. മിറേഴ്സ് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത വ്യൂ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡോമിനാറിൻ്റെ ഒക്കെ പോലെ ഇരിക്കും ശരിക്കും ആ ഒരു ഇത് കണ്ട. പിന്നെ നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഹോൺ വളരെ മോശമാണ്. ഹോണിൽ അവർ കോസ്റ്റ് കട്ടിങ് നല്ലോണം ചെയ്തിട്ടുണ്ട്. ഹോൺ അത്ര നന്നായിട്ടില്ല. ബാക്കി നോക്കുകയാണെങ്കിൽ ഓവറോൾ പിന്നെ കണ്ട. പിന്നെ KTM ആയതുകൊണ്ട് ആ ടോപ്പിലേക്ക് എത്തുമ്പോഴാണ് ആ പവർ. സോ അത്രയ്ക്ക് ഉണ്ടായുള്ളൂ ഡ്രൈവ് റിവ്യൂ. ഇനി ബാക്കി നമുക്ക് വേർഡിക്കിൽ കിടക്കാം. സോ നമുക്ക് ഇതിന്റെ പ്രോസും കോൺസിൽ കിടക്കാം. പ്രോസ് എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ബ്ലാക്ക് ലുക്കാണ്. ബ്ലാക്ക് കളർ വന്നപ്പോൾ ലുക്ക് ഒരു അഗ്രസീവ് ലുക്ക്, പ്രസൻസ് തന്നെ വേറെ ഒരു നല്ല പ്രസൻസ്. ഈ കളർ എസ്പെഷ്യലി അല്ലേ ഭയങ്കര അട്രാക്ഷൻ തോന്നുന്നുണ്ട്. ഈ കളർ വന്നപ്പോൾ പഴയ ഒരു ഓറഞ്ച് തീം ഉണ്ടല്ലോ, ഇവർക്ക് എപ്പോഴാ നോക്കിയല്ല ഓറഞ്ച്, അത് മാറി ഇത് ഫുള്ള് ബ്ലാക്ക് ആയപ്പോൾ ഭയങ്കര ഒരു അത്ഭുതം ഒരു ഇത് കൊണ്ടുവന്നപ്പോൾ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് റൈഡ് ബൈ വയർ വന്നു, ക്വിക്ക് ഷിഫ്റ്ററും വന്നു. പഴയ 250 ഉണ്ടായിരുന്നില്ലല്ലോ സംഭവങ്ങൾ. എനിക്ക് പിന്നെ ഇതിന്റെ സ്വിച്ച് ഗിയേഴ്സിന്റെ ആ ക്ലിക്കിംഗ് ഇത് ഇഷ്ടപ്പെട്ടു. ആ ഒരു ഫുൾ ക്വാളിറ്റി തന്നെ കുറച്ച് ഫീച്ചറിലോടെ TFT ഡിസ്പ്ലേ ഒക്കെ വന്നുണ്ട്. പ്രോയിൽ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഹാൻഡ്ലിംഗ്. KTMന്റെ ഹാൻഡ്ലിംഗ് അറിയാം, മുമ്പത്തേക്കാളും നല്ല അജൈലാണ്. ഓൾമോസ്റ്റ് ഒരു 8 kilograms വരെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്.
ആ സസ്പെൻഷൻ അങ്ങനെയാണല്ലോ ട്യൂൺ ചെയ്തിരിക്കുന്നത്, കുറച്ച് സ്റ്റിഫാണ്. പിന്നെ എനിക്ക് തോന്നിയത് കുറച്ചുകൂടി നോയ്സ് കുറഞ്ഞിട്ടുണ്ട് റേഡിയേറ്ററിന്. പണ്ട് മറ്റൊരു ഹെലികോപ്റ്ററിന്റെ സൗണ്ട് ആയിരുന്നു ജെൻ2-നൊക്കെ, ശരിക്കും ഭയങ്കര സൗണ്ട് ആയിരുന്നു ട്രാഫിക്കിൽ നടക്കുമ്പോൾ. അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, സൗണ്ട് ഉണ്ട് എന്നാലും, പക്ഷെ കുറവുണ്ട് നല്ലോണം. സിറ്റി ട്രാഫിക്കിലാണ് അത് കുറെ കൂടി ഒന്ന് ഇതായിട്ട് കേൾക്കാം. പിന്നെ കംപ്ലൈൻസ് ഉണ്ടാവാം, പിന്നെ ഓവർ ഫീച്ചേഴ്സും കൂടി ഉള്ളതുകൊണ്ട് സെൻസേഴ്സ് ഒക്കെ നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴാണ് പ്രശ്നമാവുക. പക്ഷെ റിലയബിൾ അല്ല. KTMന്റെ ഇപ്പോൾ ബൈക്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയി വരുന്നുണ്ട് അവര്. പക്ഷെ എന്നാലും എൻജിൻ സൈഡും നമ്മളെല്ലാം പ്രോപ്പർ മെയിൻറ്റെയിൻ സർവീസ് തന്നെ ആയിരിക്കണം. പിന്നെ ബാക്കി ഇഷ്യൂസ് വരുന്നത് അത് നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. പിന്നെ എല്ലാത്തിനും ഉപരി നമ്മൾ ഉപയോഗിക്കുന്ന രീതിയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലർക്ക് നല്ല രീതിയിൽ അത് കൊണ്ടുനടക്കാൻ പറ്റുന്നുണ്ട്. അതെ, നമുക്ക് ഇതിന്റെ സർവീസ് കോസ്റ്റ് പറയാം. സർവീസ് കോസ്റ്റ് കുറച്ച് കൂടുതലാണല്ലേ? അതെ, ഇതിപ്പോ ഓണർ ഫസ്റ്റ് സർവീസ് ചെയ്തപ്പോ 1200 സംതിങ് ആണ് ആയത്. ജസ്റ്റ് ഓയിലും കാര്യങ്ങളൊക്കെ വന്നപ്പോ ഒരു ഫ്രീ സർവീസ് പറയുകയാണെങ്കിൽ 2500 അറേഞ്ച് വരും അല്ലേ മിനിമം, ബേസിക് ആ ഒരു ഇതൊക്കെ മാറുമ്പോ. ആഫ്റ്റർ ഫ്രീ സർവീസ് ആണ് പ്രശ്നം, ഒരു 5000-6000 റേഞ്ചിലേക്ക് വരും. പിന്നെ പാർട്സും കുറച്ച് നല്ല എക്സ്പെൻസീവ് ആണ് പാർട്സ്. പിന്നെ നല്ല ടയേഴ്സ് ആണ്, H1 അപ്പോളോ ടയേഴ്സ് ആണ്, സൂപ്പർ ടയേഴ്സ് ആണ്. പക്ഷെ നല്ല റേറ്റും ഉണ്ട് ടയർ വെയർ ഔട്ട് ആവുമ്പോൾ. നമുക്ക് ഇതിന്റെ കോമ്പറ്റീറ്റേഴ്സ് സംസാരിക്കാം. കോമ്പറ്റീറ്റേഴ്സ് നോക്കുമ്പോൾ സ്പീഡ് 400 ഈ റേറ്റിന് വരുന്നുണ്ട്. ചെറിയ ഡിഫറൻസ് വരുന്നുള്ളൂ, ചെറിയ ഡിഫറൻസ് 20,000-10,000 ഡിഫറൻസ് വരുന്നുള്ളൂ. ഞങ്ങൾക്കൊരു 400cc കിട്ടും സ്പീഡ് 400 ഈ റേറ്റിന്. പക്ഷെ KTM ഫാൻസ് ഉണ്ടാവും, പണ്ടും മുതലേ KTM ആഗ്രഹിച്ച കുറെ ആൾക്കാരുണ്ടാവും. അതും ആ ലുക്ക് നോക്കിയിട്ടാണ് ആൾക്കാർ ഇതിലേക്ക് വരേണ്ടത്. പക്ഷെ നിങ്ങൾക്കൊരു ഇതിനേക്കാളും പവറുള്ള വണ്ടി വേണമെന്നാണെങ്കിൽ 400cc ആയിട്ട് സ്പീഡ് 400 ഉണ്ടാവും, ഡോമിനാർ 400 കിട്ടും. പക്ഷെ എന്തുകൊണ്ട് ഇതിലേക്ക് വരണം? ഇപ്പൊ ഇതിന്റെ ഒരു പുതിയ അപ്ഡേറ്റ് വന്നപ്പോ ഫീച്ചർ ലോഡഡ് ആക്കിയിട്ടുണ്ട് അവര്. ആ ഒരു 250 സെഗ്മെന്റ് ആയിട്ട് കൂടിയും എന്നാൽ നേരെ നമ്മളിപ്പോ ഡോമിനാർ ഇപ്പൊ പറഞ്ഞ ഡോമിനാർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു അപ്ഡേറ്റ് വരുന്ന ടൈം കഴിഞ്ഞു. കുറച്ചും കൂടി ഒന്ന് അപ്ഡേറ്റഡ് ആവാം. സ്പീഡ് 400ലേക്ക് വരുമ്പോഴായാലും ഫീച്ചേഴ്സ് ഉണ്ട്, പക്ഷെ ആ ഒരു ലുക്സും കാര്യങ്ങളും ഒരു സർവീസ് നെറ്റ്വർക്ക്സ് ഒക്കെ കുറച്ചും കൂടി ഒന്ന് ഡെവലപ്പ് ആവാനുണ്ട് അവര്. അതാണ്. ബാക്കി നോക്കുകയാണെങ്കിൽ എങ്ങനെയാലും വാല്യൂ ഫോർ മണി അല്ല, റേറ്റ് വളരെ കൂടുതൽ. എപ്പോഴും KTMന്റെ 3 lakhs അടുത്ത് എത്തി. അതെ, അത് 250cc. ഇപ്പൊ RTR 310 ഉണ്ട്, അത് പറയുമ്പോൾ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ് RTR 310. പക്ഷെ ആ റേഞ്ചിലേക്ക് എത്തി ഈ 250cc KTMന്റെ. അപ്പോൾ റേറ്റ് വൈസ് നോക്കുമ്പോൾ ഇതിപ്പോ നമ്മുടെ ഇത് നമുക്ക് തന്നത് അനന്തുവാണ്. അപ്പൊ അവൻ എടുത്തപ്പോ 3 lakhs താഴെ കിട്ടിയത്. 3 lakhs ഇപ്പൊ ഓഫർ നടക്കുന്നുണ്ട്. ഇപ്പൊ 2.2 എക്സ് ഷോറൂം വരുന്നത്, മറ്റേ 2.4 ആയിരുന്നു എക്സ് ഷോറൂം. അങ്ങനെ നോക്കുമ്പോൾ പ്രൈസ് കുറച്ചിട്ടുണ്ട്. അതായത് 250cc നോക്കുമ്പോ അല്ലേ നമുക്ക് ആ റേറ്റ് കുറച്ചൊരു ഇത് തോന്നും. ഈവൻ വേൾഡ് മാർക്കറ്റ് എടുത്ത് നോക്കിയാൽ തന്നെ ഡ്യൂക്ക് അത്യാവശ്യം സെല്ലിങ്ങും കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ മാത്രമാണ് ഇപ്പൊ നടക്കുന്നത്. ബാക്കി പുറത്തൊക്കെ മറ്റ് ബ്രാൻഡ്സ് ഒക്കെയാണ് കുറച്ചും കൂടി സെല്ലിങ്. അപ്പൊ അത്രയ്ക്ക് തന്നെ ഉണ്ടായുള്ളൂ നമ്മുടെ റിവ്യൂ. ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.